അരുൺ പാറയ്ക്കൽ നമ്മളോടൊപ്പം ചേരുന്നത് പടമലയിലെ അജീഷിന്റെ വീട്ടിൽ നിന്നാണ്. അരുൺ, ഇപ്പോൾ നേരത്തെ ഈ പോളിന്റെ വീട്ടിൽ അവരുടെ പ്രതികരണം കേട്ടപ്പോൾ മനസ്സിലായി അജീഷിന്റെ വീട്ടിലുള്ളത് പോലെ തന്നെ അവസ്ഥയാണ് ഇവിടെയും ഉണ്ടായത്. ഞങ്ങളിപ്പോൾ ഒരുപോലെയായി, ഇനി ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുതെന്നാണ്. ഇന്നിപ്പോൾ അവിടെ സർവകക്ഷി യോഗം ചേർന്നു, മന്ത്രിതല സംഘം അവിടെ എത്തി, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അജീഷിന്റെ വീട്ടിലുള്ള അവരുടെ കുടുംബാംഗങ്ങൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? അരുൺ. ഗോപികൃഷ്ണൻ, ഞാനിപ്പോൾ നിൽക്കുന്നത് പടമലയിലാണ്. പടമല ചാലികത പടമലയിലെ അജീഷിൻ്റെ വസതിയിലാണ്. അജീഷിൻ്റെ ചെറിയച്ഛനും മകളും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ചെറിയച്ഛനിലേക്ക് പോകാം. എന്താണ് ഇപ്പോൾ സർവകക്ഷി യോഗത്തിൽ കുറേ തീരുമാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്, എങ്ങനെ പ്രതീക്ഷ? അത് സർവകക്ഷി യോഗത്തിൽ പറഞ്ഞത് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. 3 കിലോമീറ്റർ ചുറ്റളവിൽ പശു വളർത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കൃഷിക്കാരെങ്ങനെ ജീവിക്കും? കൃഷിക്കാർക്ക് ഇവർ 25,000 രൂപ വെച്ച് ഓരോ വീടിനും മാസം തോറും കൊടുക്കട്ടെ. ഇവർക്ക് 1 ലക്ഷം 2 ലക്ഷമൊക്കെ മന്ത്രിമാർക്ക് ശമ്പളമില്ലേ? അത് ആരുടെ പൈസ കൊണ്ടാണ്? ഞങ്ങൾ പണിയെടുക്കണ ഈ പാലൂറ്റി കൊടുക്കണതിൻ്റെ നികുതി പൈസ കൊണ്ടാണ് അവർ ജീവിക്കണേ. അവരുടെ പൈസ വെട്ടിക്കുറച്ചോട്ടെ, അവർക്ക് പൈസ വേണം. ഇവിടെ കൃഷിക്കാർ ജീവിക്കാൻ പാടില്ല എന്നാണോ പറയണത്? അത് നടക്കില്ല. ഇവരെ വ്യാമോഹമൊക്കെ മനസ്സിലിരിക്കും. ഇവിടെ വന്യമൃഗ സംരക്ഷണ കേന്ദ്രമാക്കാമെന്നോർത്ത് ഇവർ വ്യാമോഹിക്കണ്ട, അത് നടക്കില്ല. ഇവിടുത്തെ കൃഷിക്കാർ വിടാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. ഇനി ഒരാളെ ഇങ്ങനെ സംഭവിച്ചു പോയാൽ കൃഷിക്കാരുടെ സ്വഭാവം അങ്ങ് മാറിപ്പോകും. ഇവർ തടയണയിടത്ത് നിൽക്കില്ല കൃഷിക്കാർ. ഇവരൊന്ന് കണ്ടില്ലേ മാനന്തവാടിയിൽ നിന്ന്? അതിൻ്റെ 10 ഇരട്ടി വയനാട് ജില്ല മുഴുക്ക ഇളക്കും. ഗ്യാരണ്ടിയാ. ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ ആയുധങ്ങളും അതുപോലെ തന്നെ കൂടുതൽ ഉത്തരവാദിത്തങ്ങളും നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് കൊടുത്തോട്ടെ. അവരുടെ മൃഗങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ഇറങ്ങണ്ട. അവരുടെ മൃഗം അവരുടെ ഫോറസ്റ്റിൽ വളർത്തോട്ടെ. ഇവർ ഫോറസ്റ്റിൽ വളർത്തോട്ടെ. അവരുടെ മൃഗങ്ങൾ ഞങ്ങളുടെ അടുത്ത് വരണ്ട. ഞങ്ങൾ അങ്ങോട്ടും പോകണില്ല. ഗോപീഷൻ, ഇനി അജീഷിൻ്റെ മകൾ കൂടിയുണ്ട്. വലിയ തോതിൽ വിവാദങ്ങൾക്കും ഈ അടുത്ത സമയങ്ങളിൽ വഴിവെക്കുന്നുണ്ട് ഈ കർണാടക സർക്കാരിൻ്റെ ധനസഹായവുമായി ബന്ധപ്പെട്ട്. എന്താണ് മോൾക്ക് പറയാനുള്ളത്? രാഹുൽ ഗാന്ധിൻ്റെ ചെറിയ ഇടപെടൽ കൊണ്ടാണ് നമുക്കത് കിട്ടിയത്. ആ ഇടപെടലിന് ചെയ്തതിന് ഞാൻ രാഹുൽ ഗാന്ധിനോട് നന്ദി പറയുകയാണ്. നമ്മുടെ കേരള സർക്കാരിൽ നിന്ന് ഇവിടെ വന്ന് ആന നേട്ടിയിട്ട് എൻ്റെ ഡാഡി മരിച്ചതിന് ശേഷം ഇതുവരെ അവർ എഗ്രിമെൻറ്റ് വെച്ച പൈസ മാത്രമേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊന്നും റെഡിയാക്കി തന്നിട്ടില്ല. പിന്നെ കർണാടക സർക്കാർ അങ്ങനെയല്ല, അത് രാഹുൽ ഗാന്ധിയുടെ ഒറ്റ കോളിൻ്റെ മേലെ അവർ ധനസഹായം ചെയ്യാമെന്ന് അവർ ന്യൂസിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇപ്പോൾ മന്ത്രിമാരെത്തുന്നേ ഉള്ളൂ ഇവിടേക്ക്. മാനന്തവാടി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടിട്ട് മോൾ അന്നേ പരാതികൾ പറഞ്ഞിരുന്നു. അത് എന്താണ് മന്ത്രിമാരോട് സൂചിപ്പിക്കും? മെഡിക്കൽ കോളേജിൽ വേണ്ടത്ര ഫെസിലിറ്റീസ് ഇല്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു പനി പിടിച്ച രോഗിയെ കൊണ്ട് പോവുകയാണെങ്കിൽ ഒരു ചെറിയ കൊച്ചിന് നല്ല പനിയാണെങ്കിൽ അവർ പറയും ന്യൂമോണിയ അങ്ങനെ പറയും. പക്ഷെ വലിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് അവിടെ ഒരു ചെറിയ പേഷ്യൻറ്റിനെ നോക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ഇല്ല. ഗോപീഷൻ, ഇതുതന്നെയാണ് അജീഷിൻ്റെ മകളും അതുപോലെ തന്നെ ചെറിയച്ഛനുമാണ് നമ്മോട് സംസാരിച്ചത്. കുടുംബത്തിന് ഇപ്പോഴും വലിയ രീതിയിലുള്ള വിമർശനം ഇക്കാര്യത്തിലുണ്ട്. കൃത്യമായി സർക്കാർ ഇടപെട്ടിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഗോപീഷൻ. ശരി, അരുൺ പാറയ്ക്കലാണ് പടമലയിലെ അജീഷിന്റെ വീട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അതിൽ അജീഷിന്റെ കുടുംബാംഗങ്ങൾ പറയുന്നത് ഇപ്പോഴുണ്ടായിട്ടുള്ള തീരുമാനങ്ങളിൽ ഒട്ടും തന്നെ സന്തോഷം നൽകുന്ന തീരുമാനങ്ങൾ സർവകക്ഷി യോഗത്തിൽ നിന്ന് വന്നിട്ടില്ല. കൃഷിക്കാരെ ഒഴിച്ചു നിർത്തി ഇതൊരു വന്യജീവി സംരക്ഷണ മേഖലയാക്കാനാണ് ഉദ്ദേശമെങ്കിൽ കർഷകരുടെ രോഷം അണപൊട്ടി ഒഴുകും. അത് നേരിടാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരില്ല എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ മകളുടെ പ്രതികരണത്തിൽ നമ്മൾ കണ്ടത് രാഹുൽ ഗാന്ധിക്ക് നന്ദി പറയുന്നു. കേരള സർക്കാർ വാഗ്ദാനം ചെയ്ത പണം നൽകി എന്നതിനപ്പുറം മറ്റൊന്നും ചെയ്തിട്ടില്ല, മറ്റു പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കിയിട്ടില്ല എന്ന വിമർശനം ആ കുഞ്ഞിനുണ്ട്.